ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചിട്ടാണല്ലോ വീടുകളിൽ നൂഡിൽസ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നാട്ടിലെ എല്ലാവർക്കും റേഷൻ ഗോതമ്പ് പൊടി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗോതമ്പ് പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ ഗോതമ്പ് പൊടി വാങ്ങില്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ആട്ടയായിരുന്നാലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ വീടുകളിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് എടുക്കില്ലേ, അങ്ങനത്തെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഈ നൂഡിൽസ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കാണ്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ മുട്ടയും കൂടി ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പുമാവുണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. ട്രൈ ചെയ്യാനും മറക്കരുത്. പിന്നെ ചില നുറുക്ക് ഗോതമ്പിന് വേവ് കുറവായിരിക്കും കേട്ടോ, ചിലത് പെട്ടെന്ന് വേവും. അപ്പോൾ ഞാൻ അതിനകത്ത് 2 വിസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അധികം വേവില്ലാത്ത ഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ നൂഡിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത്. നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് മറ്റേ മുഴുവനായിട്ടുള്ള ഗോതമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിപ്പിച്ചിട്ട് എടുക്കില്ലേ, ഇതും അതേപോലത്തെ തന്നെ മായൊന്നും ചേർക്കാത്ത, മൈദയൊന്നും ചേർക്കേണ്ട 100% വോൾ വീറ്റ് ഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആട്ടയുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കവറേപ്പാടി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതിന് മുമ്പത്തെ വീഡിയോയിലേക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കണ ഗോതമ്പ് പൊടി ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിന് പേര് എഴുതിയിട്ടുണ്ട്. ആർത്തർ എന്ന് പറഞ്ഞാൽ ഒരു കിങ് ആർത്തർ ഫ്ലോർ എന്നാണ് എഴുതിയേക്കുന്നത്. ആർത്തർ എന്ന് പറഞ്ഞാൽ കിങ് ആർത്തർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഫ്ലോറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അമേരിക്കൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കവർ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വേണം. പിന്നെ ഞാനിതിലേക്ക് ഒരു മുട്ടയും ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ റവയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവ ഉണ്ടല്ലോ, റവയും കൂടിയിട്ട് ചേർക്കണം. ഈ മുട്ടയും റവയും കൂടിയിട്ട് ചേർത്താൽ മാത്രമേ നമ്മുടെ നൂഡിൽസ് അങ്ങോട്ട് പൊടിഞ്ഞു പോകാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി തന്നെ വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് റെഡി ആക്കിയിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇത് ഫസ്റ്റ് തിളപ്പിച്ചിട്ട് എടുക്കും. അങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി മാത്രമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, പിന്നെ നമ്മൾ ആ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് അതിന് അത്രയ്ക്ക് നീളത്തിൽ കിട്ടില്ല, അങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കി ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് അളവ് എടുക്കുന്നത്. അപ്പോൾ ഇതിനങ്ങനെ കറക്റ്റ് ഇത്രയ്ക്കാണ് കറക്റ്റ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ അത്രയ്ക്കാണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ എടുക്കണം ഗ്ലാസ്സിലെടുക്കുക. നോക്കിയത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 250 ml കപ്പിൽ 1.25 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കട്ടെ. ഇപ്പോൾ നാട്ടിലൊക്കെ ആയിരുന്നാലും മിക്കവർക്കും റേഷൻ കിട്ടുമല്ലോ, മുഴുവനായിട്ടുള്ള ഗോതമ്പ് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്കും എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് മില്ലുണ്ട്, മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് വെക്കും. അത് വെച്ചിട്ടാണ് സാധാരണ ചപ്പാത്തി അല്ലെങ്കിൽ ഈ ഗോതമ്പോട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇത് അതേപോലത്തെ തന്നെ മായൊന്നും ചേർക്കാത്ത ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഗോതമ്പ് പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആട്ട വെച്ചിട്ട് ചെയ്യുക. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്, വറുത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നത് എന്നാലും ഒരു പിടുത്തം കിട്ടുള്ളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ട് നമ്മളത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും ചേർക്കാം. ഈ മുട്ട കഴിക്കാത്തവർക്ക് മുട്ട ചേർക്കാണ്ട് ഈ ഗോതമ്പ് പൊടിയും ഈ റവയും കൂടിയും ചേർത്തുണ്ടാക്കിയാലും നല്ലതായിരിക്കും. പക്ഷേ മുട്ടയും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കുറച്ചും കൂടി നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചിട്ട് എടുക്കില്ല, അതേപോലെ കുഴച്ചിട്ട് എടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്, അങ്ങനെ കുഴച്ചിട്ട് എടുക്കുക. അപ്പം നമ്മുടെ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും ചേർക്കണില്ല കേട്ടോ. ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആവിയിലല്ലല്ലോ ഫസ്റ്റ് വേവിക്കുന്നത്, വെള്ളത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പോൾ നമ്മുടെ നൂഡിൽസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും. അപ്പോഴും അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട്
ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കാണ്ട് ഇത് മൂന്നും കൂടി പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഞാൻ എടുത്തിരുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്തോരം വെള്ളം ചേർക്കണമെന്ന് ഞാൻ നിങ്ങളൊരു ഏകദേശം അളവ് പറയാം. ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കിയേ ഏകദേശം ഒരു 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി വെള്ളം ആവശ്യം വന്നുള്ളൂ കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ഇത് ഇത്രയ്ക്ക് വെള്ളം ബാക്കിയുണ്ട്. കുറച്ചിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കരുത്. ഇത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കണില്ല, ഭയങ്കര ടൈറ്റായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സേവനാഴിൽ ഇട്ടിട്ടല്ലേ കറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തിരിപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മുടെ മാവ് പിരിക്കുന്നത്. ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തുറന്ന് വെക്കണ്ട കേട്ടോ, മൂടിയിട്ട് തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതേപോലെ എന്ത് മാവ് നമ്മളൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നോക്കി ഇതേപോലെ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്താം. അത് കഴിഞ്ഞിട്ട് നോക്കി നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി അതങ്ങനെ പരത്താം. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കാണ് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് ഗോതമ്പായിരുന്നാലും മൈദ ആയിരുന്നാലും എന്ത് കുഴയ്ക്കുമ്പോഴായിരുന്നാലും അതേപോലെ ചെയ്യാം. ഇത് പിന്നെ കുറേ നേരം നമ്മളങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി അപ്പോൾ ഇത് നമ്മൾ സേവനാഴിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനിവിടെ സേവനാഴിയിൽ എടുക്കണ അച്ച് നോക്കിക്കേ, ചെറുതായിട്ടുള്ള അച്ച് ഇതേപോലത്തെ 3 അച്ചാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഭയങ്കര കുഞ്ഞിതാണ്. നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ അത്. ഇത് ഭയങ്കര ചെറുതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല, കാരണം അത് അത്രയ്ക്ക് ചെറുതാണ്. പിന്നെയുള്ളത് നോക്കിയാൽ അതിലും കുറച്ചും കൂടി വലിയ ഓട്ടയായിട്ടുള്ളത്, പിന്നെ അതിലും കുറച്ചും കൂടി വലിയ ഓട്ടയായിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും അടുക്കുള്ള ചില്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചില്ലുണ്ടല്ലോ, ഇതല്ല ഭയങ്കര കുഞ്ഞിതായിട്ടുള്ളതല്ല, അതിട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്ത് എന്തായാലും വരില്ല. അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഓട്ടയുള്ളതുണ്ടായിരുന്നു. ഇതിലും കുറച്ചും കൂടി ചെറിയ ഓട്ടയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കത്തി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് തിരിപ്പിച്ച് എല്ലാത്തിൻ്റെ ഓട്ട കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിപ്പിക്കുമ്പോൾ പോരില്ല, ഭയങ്കര പാടായിട്ട് നമ്മൾ ഭയങ്കര ബലം പഴിച്ചിട്ട് നമ്മൾ തിരിപ്പിച്ചിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പൊടി വെച്ച് നൂലപ്പം ഉണ്ടാക്കാനായിരുന്നാലും ഇത് നല്ലതാണ്. പക്ഷേ ചിലക്കും ഇതേപോലത്തെ ഇങ്ങനത്തെ കുറച്ചും കൂടി വലിയ ഓട്ടയായിട്ടുള്ളത് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യുക. പക്ഷെ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര വലുതായിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഓട്ടയൊന്ന് വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഫില്ല് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. എൻ്റെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നോക്കിയാൽ മാവ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പീച്ചാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ ഈ നമ്മളിത് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ കൂടിയിട്ട് ഒറ്റയടിക്ക് ഒരുമിച്ച് ഉണ്ടാക്കണ്ട കേട്ടോ. തീ കുറച്ച് വയ്ക്കരുത്, വെള്ളം ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരുന്നോട്ടെ. അപ്പോൾ അതൊക്കെ ഇത്രയ്ക്ക് ഇടണുള്ളൂ കേട്ടോ. നമുക്കിത് 2 അല്ലെങ്കിൽ 3 ട്രിപ്പായിട്ട് എടുക്കാം. ഇത് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഇത് വേവണേന് മുമ്പ് ഒരുപാട് ഇട്ട് ഇളക്കിയൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർക്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയാലും മതി. ഇത് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് സാധാരണ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്കായിട്ട് ഇട്ടുന്നത്. ഇത് വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ തിളക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു അരിപ്പയിലിട്ടിട്ട് ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. കുറേ നേരം വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് അരിപ്പയിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ടാപ്പ് തുറന്നിട്ട് ഒന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഇടുക. അത്രയ്ക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് കുറേ നേരം വെള്ളത്തിലിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ നൂഡിൽസ് വെച്ചിട്ട് നമ്മുടെ നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നോക്കിയേ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സബോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം
അപ്പോൾ എല്ലാവരും നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. 2 തരത്തിലുള്ള സോസും ചേർക്കുന്നുണ്ട്. സോയാ സോസും ചേർക്കുന്നുണ്ട്, ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ 2 സോസും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോസ് ചേർക്കാണ്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. നമ്മൾ തക്കാളി ഇങ്ങനെ വെറുതെ അങ്ങനെ വഴറ്റിയിട്ട് എടുക്കില്ലേ, അങ്ങനെ വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് ഈ വെജിറ്റബിൾസൊക്കെ അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചേക്കുന്ന നൂഡിൽസ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ സോസ് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സോസ് ഒഴിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഇത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കുക, കാരണം വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള ചേർക്കുക. വെള്ള കളറുള്ള സബോള കേട്ടോ. എൻ്റെ മറ്റേ സബോള തീർന്നിരിക്കുക, അതുകൊണ്ട് അതിപ്പോൾ ഏത് കളറുള്ള സബോള ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ നിങ്ങൾ കളർ കാണുമ്പോൾ വിചാരിക്കുക എന്താണെന്ന് വിചാരിക്കുക, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഈ സബോള നന്നായിട്ടൊന്ന് വളർന്ന് വരട്ടെ. ഇത് മുരിഞ്ഞൊരു ഗോൾഡൻ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കുക. ഇതും കൂടി ചേർക്കുക, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് അതിൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. കാണാൻ വേണ്ടിയിട്ട് ഭംഗിയല്ല, ഇതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സവോളയ്ക്ക് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കുക. ക്യാബേജ് ചേർക്കുക, ക്യാരറ്റ് ചേർക്കുക, ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. കാരണം ക്യാപ്സിക്കത്തിന് ഒട്ടും വേവില്ല. ക്യാപ്സിക്കം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെന്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ക്യാബേജിനായിരുന്നാലും ക്യാരറ്റിനായിരുന്നാലും പെട്ടെന്ന് വേവ് ഒന്ന് ചൂടായാൽ മതി. കാരണം ക്യാരറ്റ് ആയിരുന്നാലും നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് ഞാനിവിടെ പീലർമ വെച്ചിട്ട് പീൽ ചെയ്തിട്ട് എന്നിട്ട് അത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്യാരറ്റ് എടുത്തിട്ട്. അപ്പോൾ നല്ല കനം കുറവാണ്. മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. തുറന്ന് വെച്ചിട്ടാണ് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർക്കുക. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഒന്നും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതേപോലെ നമ്മൾ നൂഡിൽസൊക്കെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മളിങ്ങനെ വേവിച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരും. പിന്നെ ആകെ ഒരു വെന്ത ഒരു ടേസ്റ്റൊക്കെ വരും. അതിന് അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, നമ്മൾ അരിപ്പയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ദേ ഇതാണ് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് തീ പതുക്കെ കുറച്ച് വയ്ക്കട്ടെ. ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ സോസൊക്കെ ചേർക്കാം. അപ്പോൾ ഈ സോസ് ചേർക്കണേന് അങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും ചേർക്കാം. അത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. സോസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. കുറച്ചുകൂടി സോസ് കുറവുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ കുറച്ചുകൂടി സോസ് ചേർക്കട്ടെ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിൽ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. അത് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ശരിക്കും നല്ല ടേസ്റ്റുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ സോസിന് പകരം ചില്ലി സോസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി സോസും ചേർക്കാം. ഇപ്പം ടൊമാറ്റോ സോസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് ചില്ലി സോസും കുറച്ച് ചേർക്കാം. അങ്ങനെ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.